ഇടയനന്തം വന്ദനമേ എന്റെ പൊന്നി ഇടയനന്തം വന്ദനമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 23-ാമത് വചനം. എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവീൻ എന്നുള്ള വചനമാണ്. ദൈവം ആഴമായി സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ അവരുടെ ജീവിതത്തിൽ തിന്മകൾ, അകൃത്യങ്ങൾ, പാപങ്ങൾ ഒക്കെ ചെയ്ത് ദൈവത്തിങ്കിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് മാറിപ്പോകുമ്പോൾ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആഴം നിമിത്തം നമ്മെ ശാസിക്കുകയും നമ്മെ ഗുണീകരിക്കുകയും നമ്മെ തിരിഞ്ഞു വരുവാൻ നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന അനവധി ഘട്ടങ്ങളുണ്ട്. അവിടെ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടെ തെറ്റുകൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തുപോയ തെറ്റുകളെ ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ആഴമായി പ്രാർത്ഥിക്കുവാനും ക്ഷമയ്ക്കായി അപേക്ഷിപ്പാനും നാം മനസ്സ് വയ്ക്കുന്നുവെങ്കിൽ ദൈവം നമ്മോട് ക്ഷമിപ്പാനും ദൈവം നമ്മെ അനുഗ്രഹിപ്പാനും ഇടയായിത്തീരുമെന്നുള്ള ആഴമായ സന്ദേശം തന്നെയാണ്. നാം ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ അവിടെ രേഖപ്പെടുത്തുന്നത് ദാവീദ് ഒരിക്കലും ചെയ്യുവാൻ പാടില്ലാത്ത ഒരു വലിയ പാപമാണ് ചെയ്യുവാൻ ഇടയായിത്തീർന്നത്. താൻ പാപം ചെയ്തിട്ട് താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു ബോധം തന്നെ ഭരിക്കാതെ താൻ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ദൈവത്തിന് ദാവീദിനുള്ള സ്നേഹം നിമിത്തം നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അരികിൽ പറഞ്ഞയക്കുകയാണ്. നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അരികിൽ വന്ന് ആഴമായി താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും താൻ ആ കാര്യത്തിൽ ബോധവാനാകുകയും ആ തെറ്റ് ചെയ്തവൻ ആരായാലും അവൻ മരണയോഗ്യനാണ് എന്ന് പറയുമ്പോൾ അത് നീ തന്നെയാണ് എന്നുള്ള നാഥാൻ പ്രവാചകൻ്റെ വാക്കുകളുടെ മുൻപിൽ ദാവീദ് നെടുമ്പാട് വീണ് കിടന്ന് നിലവിളിപ്പാൻ, തിരിഞ്ഞു വരുവാൻ, മനസ്സാന്തരപ്പെടുവാൻ, ദൈവത്തോട് തൻ്റെ കുറ്റങ്ങൾ ഏറ്റുപറയുവാൻ മനസ്സ് വയ്ക്കുന്ന വാക്കുകളാണ് കാണുവാൻ കഴിയുന്നത്. 13-ാം വാക്യം, ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. എങ്കിലും നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറവാൻ ഹേതുവുണ്ടാക്കിയതുകൊണ്ട് നിനക്ക് ജനിപ്പാനുള്ള കുഞ്ഞ് മരിച്ചു പോകുമെന്ന് ആർപ്പിക്കുകയാണ്. ദാവീദ് ചെയ്തതായ പാപത്തിന്, കുറ്റത്തിന് ശിക്ഷ താൻ അനുഭവിക്കേണ്ടി വരുന്നുവെങ്കിലും ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ ശാസനയ്ക്ക് തന്നെ സമർപ്പിപ്പാനും താൻ തിരുത്തുവാനും താൻ മടങ്ങി വരുവാനും ദൈവത്തോട് തൻ്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവം മുൻപാകെ ക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിപ്പാനും മനസ്സ് വയ്ക്കുക നിമിത്തം ദാവീദ് ശിക്ഷിക്കപ്പെട്ടുവെങ്കിൽ പോലും ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ദാവീദിൻ്റെ മേൽ പിന്നെയും വെളിപ്പെട്ടു വരുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് എന്ന് ആ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. ഇവിടെയും ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, മനുഷ്യൻ തൻ്റെ ജീവിതത്തിനകത്ത് തിന്മകളും തെറ്റുകളും ചെയ്ത് സ്നേഹവാനായ ദൈവത്തിൻ്റെ അരികിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് മാറിപ്പോകുമ്പോൾ ദൈവം അവനെ ശാസിക്കുകയും ദൈവം അവൻ്റെ കുറ്റങ്ങൾ അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ ദൈവത്തിൻ്റെ ശാസനകൾക്ക് ആഴമായി ബോധ്യതയുള്ളവരായി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുവാൻ മനസ്സ് വയ്ക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളോട് കരുണ കാണിപ്പാനും മനസ്സലിയുവാനും ഇടയായിത്തീരുമെന്നുള്ള ആഴമായ സന്ദേശമാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലൂടെ നാം കടന്നു പോകുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ നാം ആയിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ഭവിക്കുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, വീഴ്ചകൾ, താഴ്ചകൾ, പരാജയങ്ങൾ, പോരായ്മകൾ, പാപത്തിൻ്റെ വഴികൾ ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് ദൈവം നമ്മെ ബോധ്യപ്പെടുത്തി തരികയും ആ കാര്യങ്ങൾ നാം ബോധവാന്മാരായി ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുവാൻ നാം മനസ്സ് വയ്ക്കുകയും ചെയ്യുന്നെങ്കിൽ ദൈവം നമ്മോട് പൊറുക്കുവാനും ക്ഷമിപ്പാനും ദൈവം നമ്മെ പിന്നെയും അനുഗ്രഹിപ്പാനും ഇടയായിത്തീരും. ആ തലത്തിലുള്ളൊരു ദൈവാനുഗ്രഹത്തിനു വേണ്ടി ദൈവത്തിങ്കിലേക്ക് നമുക്ക് മടങ്ങി വരാം, അതിനെ നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ദൈവത്തിൻ്റെ ശാസനയ്ക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയും ഞങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുന്നവരും മടങ്ങി വരുന്നവരുമായി തീരുവാൻ ആ മുടിയൻ പുത്രൻ മടങ്ങി വന്നതുപോലെ മടങ്ങി വന്ന് ദൈവത്തിൽ നിൽപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ദൈവവചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.